നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം. ഇതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് അഫ്വാൻ ഇത്രയും ആളുകളെ കൊന്നത് എന്നതിനുള്ള ഒരു ഉത്തരം കിട്ടിവരികയാണ്. അഫ്വാനുമായുള്ള തെളിവെടുപ്പിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അഫ്വാൻ വളരെ വ്യക്തമായി എന്തിനാണ് താൻ ഓരോരുത്തരെയും കൊന്നത് എന്നത് പോലീസിനോട് യാതൊരു കൂസലുമില്ലാതെ വെളിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്വാനുമായുള്ള രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയ SN പുരത്തെ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ തെളിവെടുപ്പ് തുടങ്ങിയത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. യാതൊരു കൂസലുമില്ലാതെയാണ് താൻ എങ്ങനെയൊക്കെയാണ് ഇവരെ കൊന്നത് എന്ന ക്രൂരത അഫ്വാൻ വിവരിച്ചത്. ഇതിന് പിന്നിൽ അഫ്വാൻ പറയുന്ന കാരണം ഇങ്ങനെയാണ്. ഒരു 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ച് ലത്തീഫ് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാനസികമായി തന്നെ വേദനിപ്പിക്കുകയും മോശമായി ലത്തീഫ് ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല അച്ഛന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും ലത്തീഫ് തടസ്സം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണമെന്നാണ് അഫ്വാൻ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്ക് എറിയാൻ മുളക് പൊടിയും അഫ്വാൻ അന്ന് കൊല നടത്തുന്ന ദിവസം വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അഫ്വാൻ മോഷ്ടിച്ച ശേഷം വലിച്ചെറിഞ്ഞ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അമ്മയെ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു. അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിൽ എത്തുന്നത്. അഫ്വാനെ കണ്ട് സാജിദ അടുക്കളയിലേക്ക് പോയി ബാഗിലിരുന്ന ചുറ്റികയെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഓടി വന്ന സാജിദയെയും അടിച്ച് കൊലപ്പെടുത്തി. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊന്നു എന്നും അഫ്വാൻ യാതൊരു കൂസലുമില്ലാതെ പോലീസിനോട് പറയുകയാണ്. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു അഫ്വാൻ ചെയ്തത്. ഈ മൊബൈൽ ഫോൺ അഫ്വാന്റെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തി. വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളക് പൊടി പൊതിഞ്ഞതും കണ്ടെത്തിയിരിക്കുന്നത്. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിൽ തന്നെയാണ് ഈ മുളക് പൊടിയും അഫ്വാൻ പൊതിഞ്ഞു വെച്ചത്. ഇതാരെങ്കിലും ആക്രമണം നടത്തുമ്പോൾ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കണ്ണിലേക്ക് ഇടാൻ വേണ്ടി ഉപയോഗിക്കാനായിരുന്നു അഫ്വാൻ കരുതിയിരുന്നത്. കൊലപാതകം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കണ്ണിലേക്ക് എറിയാൻ മുളകുപൊടി അഫ്വാൻ കരുതി. ആയുധം, എലിവിഷം, മുളകുപൊടി, ശീതളപാനീയം, സിഗരറ്റ് എന്നിവ വാങ്ങിയ കടകളിലും കൊണ്ടുപോയി തെളിവെടുക്കുന്ന സാഹചര്യം. എന്തായാലും കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ അഫ്വാൻ പോലീസിനോട് നടത്തുകയാണ്.